അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഫോർഗീവ്നെസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ നൈറ്റ് റുട്ടീൻ്റെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്ന വിഷ്വലൈസേഷൻ. അപ്പോൾ എന്താണ് വിഷ്വലൈസേഷൻ? നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കാണാം വിഷ്വലൈസേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് വിഷ്വലൈസേഷൻ? എന്താണ് വിഷ്വലൈസേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ? അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകളൊക്കെ അടച്ച് നമ്മൾക്ക് എന്താണോ ലക്ഷ്യമാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ആഗ്രഹമാണോ സാധിക്കേണ്ടത്, ആ ആഗ്രഹം സാധിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ അപ്പം എന്തൊക്കെയായിരിക്കാം നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ചുറ്റും സംഭവിക്കുന്നത്, അതെല്ലാം നമ്മൾ ഒരു പിക്ചർ, ഒരു സിനിമ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ണടച്ച് നമ്മൾ കാണുന്നു. ഇതിനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വിഷ്വലൈസേഷൻ കൊണ്ടുള്ള ഗുണം? നമ്മൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയും അതായത് അതുപോലെ കാണുകയും, അതായത് ഒരു ഇമേജ് പോലെ നമ്മളത് കാണുകയും, അതുപോലെ ആ ഫീലിങ്സ്, അപ്പം ഉണ്ടാവുന്ന ഫീലിങ്സ് നമ്മൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന സമയത്ത് ഇത് ട്രൂ ആണെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കരുതുകയും ഇത് നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് കാര്യം സാധിക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടെക്നിക്ക് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റുക, നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നുണ്ടല്ലോ, അതായത് നമ്മൾ ആ ഉറങ്ങിപ്പോകുന്ന ആ മയക്കത്തിൽ ആ പോകുന്ന സമയത്ത് ഈ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ, ആ ഫീലിങ്ങോടെ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ എളുപ്പം നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, ലാസ്റ്റ് വിഷ്വലൈസേഷൻ. അപ്പോൾ ഇത് മൂന്നും ചേരുന്ന ഒരു നൈറ്റ് റുട്ടീൻ നിങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.